യുവതിയുടെ തൊണ്ടയിൽ കുടുങ്ങിയ മുട്ടുസൂചി വിദഗ്ധമായി പുറത്തെടുത്തു. തളിപ്പറമ്പ് സഹകരണ ആശുപത്രിക്കാണ് ഒരു പോറൽ പോലും ഏൽക്കാതെ യുവതിയുടെ ജീവൻ രക്ഷപ്പെടുത്താനായത്. രാവിലെ ഞാൻ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നൊരു ഫോൺ കോളിലൂടെയാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അവിടെ നിന്ന് സിസ്റ്റർ വിളിച്ചു പറഞ്ഞു, ഡോക്ടറെ ഇതുപോലെ ഒരു പേഷ്യൻ്റ് 23 വയസ്സുള്ള നരിക്കോടുള്ള ഒരു പെൺകുട്ടി ശ്വാസം മുട്ടല്ല എന്തോ ഭക്ഷണം കഴിച്ചിട്ട് ഈ തട്ടത്തിലിരുന്ന് പിന്നെ വായിൽ നിന്ന് സ്ലിപ്പായി തൊണ്ടയിൽ പോയി കുരുങ്ങി ചെറിയ ശ്വാസം മുട്ടലും വെള്ളം ഇറക്കാൻ ബുദ്ധിമുട്ടായി വരുന്നുണ്ട്, സംസാരിക്കുന്നില്ല. അങ്ങനെയാണ് ഞാൻ ആ ഫോമിലൂടെയാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. പെട്ടെന്ന് തന്നെ ഞാൻ പറഞ്ഞു എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എക്സ്റേ എടുത്ത് വെക്കാൻ പറഞ്ഞു. ചിലപ്പം തൊണ്ടയിലുള്ള ഉണ്ടോ ഇല്ലെന്ന് അറിയില്ല, വേറെ എവിടെയെങ്കിലും ഇറങ്ങിപ്പോയിട്ടുണ്ടോ, ശ്വാസനാളത്തിലോട്ട് ഉള്ളിലോട്ട് പോയിട്ടുണ്ടോ എന്ന് അറിയില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് ഭയത്തോടെയാണ് വന്നത്. കാരണം ഇതൊരു ഭയങ്കര റിസ്ക്കുള്ള കാര്യമാണ്. ഈ പിന്നൊക്കെ തൊണ്ടയിൽ കുരുങ്ങിയാൽ ചിലപ്പം ശ്വാസനാളത്തിലോട്ട് ഇറങ്ങാം. ശ്വാസനാളത്തിൽ ഇറങ്ങി PS ചെയ്ത് അത് കുത്തി ശ്വാസനാളത്തിലും ചിലപ്പോൾ ഹൃദയത്തിലൊക്കെ കയറാനുള്ള ചാൻസ് ഉണ്ട്, ഹൃദയത്തിൻ്റെ ഭിത്തികളിലൊക്കെ. അങ്ങനെയാണെങ്കിൽ ഭയങ്കര റിസ്ക്കാണ്. വിഴുങ്ങിപ്പോയാലും പ്രശ്നമാണ്. വയറ്റിലൊക്കെ എവിടെയാണ് കുത്തിയിരുന്ന് എവിടെയാണ് ഇറങ്ങില്ല. വലിയ രക്തധമനിയിലൊക്കെ കയറിയാൽ ഹൃദയത്തിലോട്ടൊക്കെ കയറാം, ചിലപ്പോൾ മരണം വരെ സംഭവിക്കാം. അപ്പോൾ ഞാനും ഇത് ഭയപ്പാടോടെയാണ് വന്നത്. എക്സ്റേയിൽ ഭാഗ്യത്തിൽ തൊണ്ടയിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു തൊണ്ടയിൽ നിന്ന് സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും തൊണ്ടയിൽ മേൽഭാഗത്ത്. പക്ഷേ എൻഡോസ്കോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ച് എൻഡോസ്കോപ്പി റൂമിൽ കയറ്റി. പേഷ്യൻ്റ് എൻഡോസ്കോപ്പിൽ ജസ്റ്റ് നോക്കിയപ്പോൾ തന്നെ പേഷ്യൻ്റ് ഒട്ടും സഹകരിക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഇത് ശ്വാസത്തിന് മുകളിൽ കുത്തി കഴുത്തിൻ്റെ ബാക്കിലോട്ട് കുത്തിയിരിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും അധികം വേദനയോട് ആ കുട്ടി ഇരുന്നത്. അപ്പം നമുക്കിനി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നീര് കൂടുന്ന മുമ്പേ, നീര് കൂടിയ ശ്വാസം മുട്ടൽ വരാം. കാരണം ശ്വാസത്തിന് മുകളിലാണ് ഇത് കുത്തിയിരിക്കുന്നതുകൊണ്ട് ശ്വാസം മുട്ടൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം ആകെപ്പാടെ ചെയ്യാൻ പറ്റുന്ന മയക്കം കൊടുത്ത് എത്രയും പെട്ടെന്ന് എടുക്കുക എന്നുള്ളതാണ്. പക്ഷേ ഭക്ഷണം കഴിച്ച് അധികം സമയം ആകാത്തതുകൊണ്ട് നമുക്ക് മയക്കം കൊടുത്തെടുക്കാനുള്ളത് ഒരു 6 മണിക്കൂറെങ്കിലും വെറും വയറ്റിയിരിക്കണം. നമ്മൾ ആനസ്തീഷ്യ ഡോക്ടറിനോട് സംസാരിച്ചു. സാറ് പറഞ്ഞ് ഹൈ റിസ്കിലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം ഇത് മയക്കം കൊടുത്താൽ ചിലപ്പം വയറ്റിനകത്തുള്ള നമുക്ക് വൊമിറ്റ് ചെയ്താൽ ശ്വാസനാളത്തിൽ അതും പോവാം, ഇതും കൂടെ ചിലപ്പോൾ ശ്വാസനാളത്തിൽ പോകാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഈ റിസ്ക് എല്ലാം പേഷ്യൻ്റെ കൂടെ ഉള്ളവരെ നമ്മൾ മനസ്സിലാക്കി കൊടുത്തതിന് ശേഷം ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്തു, ഫിറ്റ്നസ് കിട്ടി. 1 മണിക്കൂറിനകത്ത് തന്നെ നമ്മൾ അനസ്തീഷ്യ മയക്കം ചെറുതായിട്ട് കൊടുത്തു. എൻഡോസ്കോപ്പി വഴി വളരെ നമുക്ക് വിചാരിക്കുന്നതിനെക്കാട്ടി ബുദ്ധിമുട്ടില്ലാതെ എടുക്കാൻ കഴിഞ്ഞു. പക്ഷേ അതെന്തെങ്കിലും നിർഭാഗ്യവശാതെ ഉള്ളോട്ട് കാരണം മയക്കം കൊടുക്കുമ്പോൾ ചിലപ്പോൾ സ്ലിപ്പായി താഴോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇതൊക്കെ വീട്ടുകാരെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് നമ്മൾ എടുത്തത്. എന്തായാലും ഇപ്പോൾ രോഗി വലിയ ആരോഗ്യവതിയായിട്ട് ഇരിക്കുന്നുണ്ട്. ഞങ്ങൾക്കും സന്തോഷം, പേഷ്യൻറ്റും വീട്ടുകാർക്കും സന്തോഷം. തൊണ്ടയിൽ ഒരു മുള്ളു കുടുങ്ങിയാൽ ചോറുരുള വിഴുങ്ങും പോലെ എളുപ്പമല്ല കാര്യങ്ങൾ. കുടുങ്ങിപ്പോയത് 5 സെന്റിമീറ്റർ നീളമുള്ളൊരു മുട്ടുസൂചിയാണ്. നരിക്കോടുള്ള 24-കാരി മുട്ടുസൂചി ചുണ്ടിൽ കടിച്ചു പിടിച്ചപ്പോൾ അബദ്ധത്തിൽ വായിലേക്ക് വീഴുകയായിരുന്നത്രേ. അങ്ങനെ തൊണ്ടയിൽ കഴുത്തിന്റെ പിൻഭാഗത്തേക്കുള്ള ദിശയിൽ സൂചി തറച്ചു നിന്നു. ഭാഗ്യത്തിന് അന്നനാളത്തിലേക്കോ ആമാശയത്തിലേക്കോ പോയില്ല. എങ്ങനെ പുറത്തെടുക്കുമെന്ന ആശങ്കയിലാണ് തളിപ്പറമ്പ് സഹകരണ ആശുപത്രിയിൽ യുവതിയും കുടുംബവും എത്തിയത്. മയക്കിക്കിടത്തി അതിവിദഗ്ധ ഡോക്ടർ അനൂപ് അബ്ദുൾ റഷീദും നഴ്സ് ഉഷയും ചേർന്ന് സൂചി പുറത്തെടുത്തു. നാണയങ്ങളും എല്ലിൻ കഷ്ണവുമെല്ലാം തൊണ്ടയിൽ നിന്ന് പുറത്തെടുത്ത് പരിചയിച്ച ഡോക്ടർമാർക്ക് ആദ്യാനുഭവമായിരുന്നു മുട്ടുസൂചി. ജീവൻ വരെ അപകടത്തിലാകാവുന്ന അവസ്ഥയിൽ നിന്ന് യുവതിയെ രക്ഷപ്പെടുത്തിയ നിർവൃതിയിലാണ് ആശുപത്രി അധികൃതർ. നിങ്ങളൊരു നഴ്സാണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിന് ലക്ഷങ്ങൾ മുടക്കണം? അതും വിജയം വരെ സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം യൂറോലീപ് നൽകുമ്പോൾ. ഫ്രീ എഡ്യൂക്കേഷൻ, ഫ്രീ പേപ്പർ വർക്ക്, ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്. ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം, സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം. യൂറോലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി, കണ്ണൂർ, തൃശൂർ ആൻഡ് കൊല്ലം.